നമസ്കാരം. സോഹോ ബുക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സോഹോ ബുക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് GST ഉൾപ്പെടെയുള്ള ഒരു സെയിൽസ് ഇൻവോയ്സിനെ കുറിച്ചാണ്. അപ്പോൾ സോഹോ ബുക്സിൽ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർ ഇതിൻ്റെ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ആദ്യം മുതൽ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ GST ഉൾപ്പെടെയുള്ള ഒരു സെയിൽസ് ഇൻവോയ്സ് ആണ് ഇന്നത്തെ സോഹോ ബുക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് ഇൻവോയ്സ് നടന്ന ശേഷം, ഒരു കസ്റ്റമറുമായിട്ടുള്ള ക്രെഡിറ്റ് ഇൻവോയ്സ് നടന്ന ശേഷം അതിൻ്റെ റെസിപ്റ്റ് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ അപ്പോൾ നമുക്ക് സെയിൽസ് ട്രാൻസാക്ഷൻ അല്ലേ, അതായത് ടാക്സ് ഇൻവോയ്സ് അടങ്ങുന്ന ഒരു സെയിൽസ് ഇൻവോയ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ കമ്പനിയൊക്കെ ഇതിൽ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ആദ്യം വരേണ്ടത് നമ്മുടെ സെയിൽസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെയിൽസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഇൻവോയ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണാം ന്യൂ അല്ലെങ്കിൽ ന്യൂ ഇൻവോയ്സ്, താഴെ ന്യൂ ഇൻവോയ്സ് ഉണ്ട്. അതേപോലെ മുകളിൽ ക്രിയേറ്റ് ഇൻവോയ്സ് എന്ന് പറയുന്ന ബ്ലൂ കളറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ എടുത്തു. ന്യൂ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ആദ്യം നമ്മോട് ചോദിക്കുന്നത് കസ്റ്റമർ നെയിമാണ് ചോദിക്കുന്നത്. കസ്റ്റമർ നെയിം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കസ്റ്റമറിനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കസ്റ്റമറിന് ഓൾറെഡി ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ന്യൂ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു കസ്റ്റമറിന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കസ്റ്റമർ ടൈപ്പ് എന്നുള്ളിടത്ത് ബിസിനസ് സെലക്ട് ചെയ്യാണ്. പിന്നെ കമ്പനി നെയിം ഞാനൊരു കമ്പനിൻ്റെ പേര് കൊടുത്തു, ബെസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം കസ്റ്റമർ ഡിസ്പ്ലേ നെയിം അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, സെയിം പേര് തന്നെയാണ്. പിന്നെ GST ട്രീറ്റ്മെൻറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ബിസിനസ് അല്ലേ, അതായത് റെഗുലർ ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് ബിസിനസ്സായിട്ട്. ഓക്കെ, രജിസ്റ്റേർഡ് ബിസിനസ് സെലക്ട് ചെയ്തു. അതായത് നമ്മൾ രജിസ്റ്റേർഡ് ബിസിനസ്സിനായിട്ടാണ് സെയിൽ നടത്താൻ പോകുന്നത്, ഒരു കമ്പനിയുമായിട്ട് തന്നെയാണ്. അപ്പോൾ GST UN എന്നുള്ളിടത്ത് നമ്മൾ ആ പാർട്ടിൻ്റെ, അതായത് നമ്മൾ ഏത് കസ്റ്റമറിനാണോ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ GST നമ്പറാണ് കൊടുക്കുന്നത്. അത് തൽക്കാലം ഞാൻ ഒരു കേരളത്തിലുള്ള ഒരു കമ്പനീൻ്റെ ഒരു ഡെമോ ആയിട്ടുള്ള ഒരു GST നമ്പറാണ് കൊടുത്ത് 32 തുടങ്ങുന്നത്. കാരണം 32 തുടങ്ങുന്നതാണല്ലോ GST നമ്പർ കേരളത്തിന് വരുന്നത്. പിന്നെ ബിസിനസ് ലീഗൽ നെയിം കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. ഈ റെഡിൽ കാണിക്കുന്നത് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായാലും ഞാൻ 32 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമ്മുടെ കമ്പനിയും കേരളം തന്നെയാണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ തന്നെയാണ്. പിന്നെ ടാക്സ് പ്രിഫറൻസ് എന്നുള്ളിടത്ത് നമ്മളുടെ ടാക്സബിൾ അതോടെ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ട അല്ലേ, കാരണം ഒരു പുതിയൊരു കസ്റ്റമറിനായിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇതുവരെ നടത്താത്തതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ ആ കസ്റ്റമറുടെ പേര് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇനി നമുക്ക് കൊടുക്കേണ്ടത് പിന്നെ ഇൻവോയ്സ് അല്ലേ, അതായത് ബിൽ നമ്പർ, ഇൻവോയ്സ് നമ്പറാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് സോഹോ ബുക്സിൽ കാണിച്ചു തരും. അപ്പോൾ ഫസ്റ്റത്തെ സെയിൽ ആയതുകൊണ്ട് 0001 എന്ന് പറയുന്ന ഇൻവോയ്സ് നമ്പറായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ തൽക്കാലം ഒന്നും മാറ്റമൊന്നും വേണ്ട. പിന്നെ ഇൻവോയ്സ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ ഐറ്റംസ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യണം. അതേപോലെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ട ക്വാണ്ടിറ്റി കൊടുക്കുക. സെയിൽസ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, കാരണം ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. GST എത്ര പെർസെൻറ്റേജാണെന്നും വന്നിട്ടുണ്ട്, 18% GST. പിന്നെ അടുത്ത ഐറ്റം സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൊടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് മുമ്പ് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. വീഡിയോ കാണാത്തവർ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക്
കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് തന്നെ ഓപ്പൺ ചെയ്യുക. പിന്നെ അതേപോലെ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റോ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ. പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കുറച്ച് കൊടുക്കണോ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ മൈനസാക്കി കൊടുത്താലേ കുറയുള്ളൂ എമൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കണില്ല. നേരെ എന്ത് ചെയ്യാണ്, സേവ് ചെയ്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. GST ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. GST കൂടി ഇൻക്ലൂസീവ് ആയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കേണ്ടത്. ഇനി നമുക്ക് താഴെ കാണുന്ന സേവ് ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെയില് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവായി. ഇപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ക്യാൻസൽ കൊടുത്താൽ മതി. കാരണം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമെയിലേക്ക് സെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വേണ്ട. ഓക്കെ. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കൊരു സെയിൽസ് ഇൻവോയ്സ്, അതായത് ബെസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള ഒരു സെയിൽസ് ഇൻവോയ്സ് നമുക്കിതിൽ സേവായി വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ്, ഈ കസ്റ്റമർ നമുക്ക് ഇനി അതിൻ്റെ ക്യാഷ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു സെയിൽസ് ബില്ലാണല്ലോ അല്ലേ, ടാക്സ് ഇൻവോയ്സ് അടങ്ങുന്ന ഒരു സെയിൽസ് ബില്ലാണ്. ഇതിൻ്റെ എമൗണ്ട് നമുക്ക് കസ്റ്റമർ നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മളതെന്തായാലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റിനെ കാണിക്കണം. അപ്പോൾ റെസിപ്റ്റിനെ കാണിക്കാൻ എന്ത് ചെയ്യുക, ആ ബില്ലിനെ നേരിട്ട് സെലക്ട് ചെയ്യുക. ആ ബില്ല് നേരിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്ക് ആൻഡ് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ റെക്കോർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട. അപ്പോൾ ഈ റെക്കോർഡ് പേയ്മെൻറ്റിൽ എത്ര എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്ന് അവിടെ വരും. ഫുൾ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എത്രയാണോ നമ്മൾ പെയ്ഡ് ചെയ്യുന്നത് ആ എമൗണ്ട് അവിടെ ഇട്ട ശേഷം, ഇപ്പോൾ ഞാനിപ്പോൾ ഫുൾ എമൗണ്ട് കൊടുക്കുകയാണ്, അതായത് ഫുൾ എമൗണ്ട് കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ അതിൽ എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ മെത്തേഡ്, ക്യാഷ് ആണോ, പെറ്റി ക്യാഷ് ആണോ, ബാങ്ക് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, നേരിട്ട് സേവ് ആവും. അത് പെയ്ഡ് ചെയ്തതായിട്ട് കാണിക്കും. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ ബില്ല് പെയ്ഡ് ആയിട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റമറുമായിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഇൻവോയ്സ് നമ്മൾ ചെയ്യുന്നു, അതായത് വിത്ത് ടാക്സ്, അതായത് GST. പിന്നീട് ആ കസ്റ്റമറിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു ട്രാൻസാക്ഷനും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ. നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.